ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഒരു ട്രാവൽ പോയിരുന്നു, അതായത് ദീപാവലി സമയത്ത് ഒരു ട്രിപ്പ് പോയിരുന്നു. ആ സമയത്തുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമ്മൾ താമസിക്കുന്നത് തിരുപ്പൂരാണ്. അപ്പം അവിടെ നിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയി, സോറി, ഊട്ടി വഴി മസനഗുഡിയിലേക്ക് പോയി, അവിടെ നിന്ന് മൈസൂരിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് മടിക്കേരി ഭാഗത്താണ്. അപ്പോൾ അവിടെ ഒരു കൂർഗ് ജില്ലയിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് കേട്ടു. പുതുതായിട്ട് വന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ അവിടേക്ക് പോയപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള നല്ല നീളത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് പപ്പീസ് ബ്രിഡ്ജ് ഓഫ് കൂർഗ് എന്തോ മറ്റോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ശരിക്കും. അപ്പോൾ ആ പേര് എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങൾ മേലെ കയറി. ഒരുപാട് പേരുണ്ടായിരുന്നു, ദൂരത്ത് നിന്ന് വന്നവരൊക്കെ ആയിരുന്നു. ആ സമയത്ത് വെക്കേഷൻ സമയമായതുകൊണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യൂവിൽ നിന്നിട്ടാണ് അവസാനം കയറിയത്. കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അലോഡ്. കാരണം എല്ലാവർക്കും ഒന്നിച്ച് കയറാനുള്ള ആ ഒരു ഇതൊന്നും ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. എന്നാലും നമ്മളോടൊപ്പം വന്നവരൊക്കെ പിന്നെ നല്ല ത്രില്ലിൽ സന്തോഷത്തിൽ പോകുന്നുണ്ട് മുമ്പിലെ കൂടി. അപ്പോൾ പിന്നെ ഹസ്ബൻഡും മോനും ഉണ്ട് ഒന്നിച്ച്. അപ്പോൾ അവരൊക്കെ മുമ്പിലെ കൂടി അവരും ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഈ ഫോണിൽ കൂടി കണ്ടതല്ലാണ്ട് ഡയറക്റ്റ് ഒന്നും ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ സന്തോഷമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ഭാഗത്ത് നോക്കിയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഈ ഒരു കൂർഗ് ജില്ലയിലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. താഴെഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും കയറിപ്പോയതല്ലേ എന്നുള്ളൊരു സന്തോഷത്തിൽ, അല്ലെങ്കിൽ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡും കുഞ്ഞും ഉണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം വന്നവരും ഇത് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ നിന്ന് താഴോട്ട് നോക്കി മേലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. ആ ഒരു സൈഡ് ഭാഗത്ത് ഒരു വീട് പോലെ ഒരു സംഭവം ഉണ്ട്. അത് ചിലപ്പോൾ റിസോർട്ടും മറ്റോ ആയിരിക്കും. എന്തായാലും താഴത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ആരും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഗ്ലാസ് ബ്രിഡ്ജ് എന്ന സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ളവരൊക്കെ കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല രസമാണ് കാണാൻ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ആ സമയത്ത്. നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ കാല് വെക്കുമ്പോഴുള്ള ചൂടോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു പോവാൻ. ഒരുപാട് പേര് ഇത് കാണാൻ വന്നിട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് നമുക്ക് ഒരു സേഫ്റ്റിക്ക് എന്ന രീതിയിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇത് തരുന്നുണ്ട്, കവറും തരുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ കുട്ടികളായത് കൊണ്ടാണ്. പക്ഷെ വലിയവർക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ധൈര്യത്തിൽ തന്നെ പോവുക. നല്ല രസമാണ് കാണാൻ. ഇവിടെ നിന്ന് കാണുമ്പോൾ അത്രയും ഭാഗമേ ഉള്ളൂ. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം എൻ്റെ മോൻക്ക് നല്ല ഇഷ്ടമായി. അവന് അങ്ങനെ പേടിയും കാര്യമൊക്കെ ഉള്ള ആ കൂട്ടത്തിലല്ല. എന്തായാലും അവൻ നല്ല ധൈര്യത്തിലാണ് ആ മുമ്പിലോട്ട് പോകുന്നത്. അപ്പം അവന് കുറേ പോസൊക്കെ ചെയ്തു വീഡിയോസിന്. ഇല്ലെങ്കിൽ ചെയ്യാത്ത ആളാണ്. പക്ഷെ ഇവിടെ നിന്ന് നല്ല വീഡിയോക്ക് പോസ് ചെയ്തു. ഫോട്ടോയ്ക്ക് എടുക്കാൻ സമ്മതിച്ചു. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് അവനും. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും മസ്റ്റായിട്ട് പോവുക അടുത്തുള്ളവരാണെങ്കിൽ. അപ്പോൾ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ. പിന്നെ ഇത് കൂർഗ് ജില്ലയിലാണ്, അത് കർണാടകയിലാണ്. അപ്പോൾ അവിടെയുള്ളവരും ഇതുപോലെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ഇവിടെ പോവുക എന്നത്. അപ്പോൾ പേടിയുള്ളവർ പോകാനുണ്ടാക്കാം കേട്ടോ. പേടിയില്ലാത്തവർ പോവുക. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. നല്ല സേഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. പിന്നെ പുതുതായി വന്നത് കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് പേര് താഴോട്ട് ഇറങ്ങി പോകുന്നതാണ് പിന്നെയുള്ള ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിന്റെ പേരെന്ന് പറയുന്നത് പപ്പീസ് ബ്രിഡ്ജ് ഓഫ് കൂർഗ് എന്നാണ്. ഇത് ഞാൻ ആദ്യം പേര് പറയാൻ വിട്ടുപോയി. എനിക്ക് കറക്റ്റ് കൺഫേം ഇല്ലായിരുന്നു. എന്നാലും ഇത് താഴത്ത് നിന്ന് കാണുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ അടിയിൽ കൂടി നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ കാണുക. അപ്പോൾ പിന്നെ മേലെ കൂടി ഇതേപോലെ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. കുറച്ച് ലോങ് നിന്നാണെങ്കിൽ ഇതുപോലുള്ള ഒരു വ്യൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. കാരണം ദീപാവലി സമയമായിട്ട് ഞാൻ അവിടെ ഏകദേശം മസനഗുഡി, ഊട്ടി, പിന്നെ മൈസൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.